Assalamualaikum, welcome back to my channel. അപ്പോൾ നമുക്ക് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഗാർഡനിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ബാമ്പു കട്ടയിലും ബാക്കി ബാമ്പു കട്ട് ചെയ്യാനുണ്ട്. പിന്നെ എന്നും ഈ ഒരു സമയത്താണ് ചെടികൾ നനക്കല്. ചായക്കൊന്ന് കുടിച്ചിട്ട് ചെടിയൊക്കെ ഒന്ന് നനക്കും. അപ്പോൾ ഇന്ന് ബാമ്പു കട്ട് ചെയ്യാനുണ്ട്, പിന്നെ ഒരു ഫൈക്കസ് കട്ട് ചെയ്യാനുണ്ട്, കുറച്ച് പുതിയ ചെടികൾ വാങ്ങിയതുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടാണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഈ ബാമ്പു ഒന്ന് പ്രൂൺ ചെയ്തെടുക്കണം. ഇന്നലെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ആയില്ല, ബാക്കി ഇപ്പം ഒന്ന് പ്രൂൺ ചെയ്യാം. ഇത് പല ഷേപ്പിലും നമുക്ക് പ്രൂൺ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ബാമ്പു. ഇത് ഞാൻ ആദ്യം കുറച്ചും കൂടെ ഹൈറ്റിൽ വേറൊരു ഷേപ്പിലായിരുന്നു പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നത്. അന്ന് എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, ഷിബു. ഇപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നല്ല ഹൈറ്റിലേക്കൊന്നും വിടല്ലേ, ഈ ഒരു ലെവലിൽ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്യണം നോക്കാം. ഇതാ ബാമ്പു ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ബാമ്പു എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഗാർഡൻ്റെ ഭംഗി കൂട്ടാൻ അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയാണ് ബാമ്പു. ഇതുപോലെ പോട്ടിലും സെറ്റ് ചെയ്തെടുക്കാം ബാമ്പു. ഇത് ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിലും ബാൽക്കണിയിലും ഒക്കെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ. ഫൈക്കസും പ്രൂൺ ചെയ്തെടുക്കണം. ഇതൊക്കെ നല്ല കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തുമ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക കാണാൻ. അപ്പോൾ അത് ആ ടൈമിൽ നമ്മൾ നല്ല അടിപൊളിയാക്കി കട്ട് ചെയ്തെടുത്താൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രൂൺ ചെയ്യട്ടെ. ഫൈക്കസ് ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും കൂടി നല്ല വളർന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി ബോൾ ഷേപ്പിലൊക്കെ നമുക്ക് പ്രൂൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ബോഗൺവില്ല ചെറിയ കമ്പ് കുത്തിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താണ്. കണ്ടോ, പൊട്ടിച്ചിട്ട ചെറിയ തൈയിൽ തന്നെ പൂക്കൾ ഉണ്ടായിക്കണ്ടില്ലേ. എന്താ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുട്ടിട്ടിട്ട് കണ്ടില്ലേ. അതുപോലെ ഒരുപാട് തൈകൾ ഇതായി അവിടെയൊക്കെ കുത്തിവെച്ചിട്ട് ഇതിലൊക്കെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോഗൺവില്ല അതുപോലെ ചെറിയ കമ്പ് കുത്തിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ഞാനൊന്ന് ചെയ്യട്ടോ. ചെറിയ കമ്പ് കുത്തിയിട്ട് പെട്ടെന്ന് പൂവിട്ട് കിട്ടണ ഒരു വീഡിയോ ചെയ്യാം. ഇതുപോലെയാണ് ഇട്ടാ ഞാൻ ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൈപ്പിൽ കമ്പി വെച്ച് കെട്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊരു കമ്പി പൊട്ടിയിട്ട് ഒരു പോട്ട് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇങ്ങനെ ഗാർഡനിലുണ്ടാവും. അതൊക്കെ ഒരു രസമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു 5-6 വെറൈറ്റി ഓർക്കിഡ് ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ ഇല്ല, ഫ്ലവർ കുറവാണ്. ഇനിയിപ്പോൾ ഫ്ലവറൊക്കെ ആയി വന്നിട്ട് വേണം. ഇത് വൈറ്റ് കളർ മാണ്ടിവില്ലാണ്. ഒരു കമ്പി ആർച്ച് ഷേപ്പിലാക്കിയിട്ട് അതിൽക്കാണ് ഇത് കയറ്റി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുക്കുകയാണ്.
ഇതിൻ്റെ യെല്ലോ കളർ ഇപ്പുറത്തെ സൈഡിൽ നിന്നും കയറി വരുന്നുണ്ട്. ഇനി ബാമ്പു കട്ട് ചെയ്തതും ഫൈക്കസ് കട്ട് ചെയ്തതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നനച്ചു കൊടുക്കലാണ് അടുത്ത പരിപാടി. ഈ ഓരോ ഭാഗത്തു നിന്നായിട്ടാണ് ഇങ്ങനെ നനച്ച് തുടങ്ങുക. ഇപ്പോൾ ഈ ഭാഗത്ത് ടെർട്ടിൽ വൈന്, സിങ്കോണിയം, പെൻഡാസ് അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട്. വെയിൽ കൊണ്ടിട്ട് ചെടികളൊക്കെ നല്ല വാടി പോയിട്ടാ. നല്ല വെയിലാണ് ഇവിടെ. ഓർക്കിഡിൻ്റെ തൈകളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറേ വർഷമായി, ഒരു 10-12 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇതിൽ മോശമൊക്കെ വന്ന് അറിഞ്ഞിട്ട് ഇതിനിപ്പോൾ പൂക്കളൊന്നും ഇടാതായിരിക്കുന്നത്. ഇതുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ, ഓർക്കിഡിൻ്റെ നല്ലൊരു കളറാണിത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാണ്ട് കുറേ പണികളുണ്ട് ഗാർഡനിൽ. ഞാൻ 2-3 ജർബറയും ബിഗോണിയൊക്കെ വാങ്ങിച്ചിരുന്നു. അതൊന്ന് നമുക്ക് റീപോർട്ട് ചെയ്യാം. ജർബറ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണല്ലോ. ആദ്യം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ പോയി. ഇപ്പോൾ ഒരു 2-3 കളർ കിട്ടിയപ്പോൾ അത് വാങ്ങി. പിന്നെ അവിടെ ചെന്നപ്പോൾ ബെഗോണിയൻ്റെ ഒരു 2-3 വെറൈറ്റി ഉണ്ട്. അതും നല്ല രസമുണ്ട് കാണാൻ, ചെറിയ ചെറിയ പൂക്കളായിട്ട്. അതും 2-3 വാങ്ങി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ പോട്ട് മിക്സ് എടുക്കുന്നത് 1 പോട്ട് ചാണകപ്പൊടിയും 2 പോട്ട് ചുവന്ന മണ്ണും 1/4 ഭാഗം കൊക്കോപ്പീറ്റാണ് എടുത്തിട്ടുള്ളത്. എല്ലുപൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മാത്രമാണ് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത്. ഇതൊരു പഴയ മണ്ണിൻ്റെ പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കിയതാണ് കേട്ടോ. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം ചെടി. ഇപ്പോൾ ഒരു ഓടിൻ്റെ കഷ്ണം ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പകുതി മണ്ണിട്ട് കൊടുക്കും. നമ്മൾ ഈ കത്തി നല്ല സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്നിട്ട് ഇളകി പോരാൻ വേണ്ടി. ഉപ്പെല്ലാം ഉപയോഗിച്ചിട്ട് നരമ്പൊക്കെ പോകുന്നുണ്ട്. ചെടിക്കൊന്നും പറ്റണ്ട, വെള്ളം ഒഴിച്ചേരും വെറുതെ. നമ്മളിത് കമഴ്ത്തി പിടിച്ചിട്ട് നമ്മൾ കൊട്ടിയപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്നു കണ്ട. ഇനി നമുക്ക് ചെടി ഇതിലേക്ക് വെച്ചെടുക്കാം. ജർബറ നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതിന് നല്ല കുറച്ച് വെയിലൊക്കെ വേണം. നല്ല വെയിലൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം വെയിലുണ്ടായാലാണ് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പോട്ടി മിക്സ്. ഇപ്പോൾ ഇത് ബിഗോണിയൻ്റെ തൈകളാണ് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ മാറ്റി വെക്കാനുള്ളതാണ്. ഇതിപ്പോൾ വെക്കണില്ല, ഞാനിപ്പോൾ ഈ ഒരു ജർബറ മാത്രമേ വെക്കണുള്ളൂ. ബാക്കി ഇനി നാളെ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഏതൊരു ചെടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിലും ഡ്രെയിനേജ് ഹോളിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോണ രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തണലത്തേക്ക് മാറ്റി വെക്കും ചെയ്യുക.
കുറച്ച് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എവിടേക്കാണോ വെക്കേണ്ടത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.